ഹലോ നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. മുൻ അധ്യക്ഷരെ ഒഴിവാക്കുന്നതിലും ഒരു വിഭാഗം നേതാക്കൾക്ക് മാത്രം മുന്തിയ പരിഗണന നൽകുന്നതിലും BJP കോർ കമ്മിറ്റിയിൽ വിമർശനം. മുൻ അധ്യക്ഷരായ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും വിളിക്കാതെ തൃശൂരിൽ നടത്തിയ നേതൃയോഗത്തിന് തുടങ്ങിയ മുറുമുറുപ്പാണ് തിരുവനന്തപുരത്തെ കോർ കമ്മിറ്റിയിൽ മറനീക്കിയത്. പോരിൽ ദേശീയ നേതാക്കൾ ഇടപെട്ടെന്നും ഐക്യത്തോടെ മുന്നോട്ടു പോകാൻ നിർദ്ദേശം നൽകിയെന്നുമാണ് സൂചന. വിമർശനം വാർത്തയായതോടെ കോർ കമ്മിറ്റി തീരുമാനങ്ങൾ പത്രസമ്മേളനത്തിൽ വിശദീകരിക്കാൻ കെ സുരേന്ദ്രനെ തന്നെ നേതൃത്വം ചുമതലപ്പെടുത്തി. തൃശൂരിലെ യോഗത്തെ പറ്റിയുള്ള ചോദ്യത്തിന് അതൊക്കെ പറയേണ്ടവർ പറഞ്ഞെന്നായിരുന്നു സുരേന്ദ്രന്റെ മറുപടി. കോർ കമ്മിറ്റി യോഗം വളരെ സ്മൂത്തായാണ് നടന്നതെന്നും വിമർശനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കളും വിശദീകരിച്ചു. ചില പരിഭവങ്ങൾ പറഞ്ഞുവെന്ന് മാത്രം അവർ പറഞ്ഞു. അതേസമയം നേതാക്കളുടെ പക്ഷം പിടിക്കലിന്റെ പേരിലുള്ള പോര് ഒതുങ്ങിയിട്ടില്ല. മുരളീധരനെയും സുരേന്ദ്രനെയും മാറ്റി നിർത്തുന്നു. കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കളെ മാത്രം പരിഗണിക്കുന്നു. കോർ കമ്മിറ്റി യോഗങ്ങളിൽ കീഴടക്കം ലംഘിച്ച് നേതാക്കൾ പങ്കെടുക്കുന്നു തുടങ്ങിയ വിമർശനങ്ങളാണ് നേതൃത്വം നേരിടുന്നത്. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ചുമതലക്കാരെയാണ് തൃശൂർ യോഗത്തിൽ വിളിച്ചതെന്നും മുരളീധരനും സുരേന്ദ്രനും വലിയ ജോലികൾ വേറെയുണ്ടെന്നുമാണ് നേതൃത്വം പറയുന്നത്. നിലമ്പൂരിൽ പ്രചാരണത്തിന് 2 ജനറൽ സെക്രട്ടറിമാരെ ഒഴിവാക്കി. മത്സരിക്കാതെ മാറി നിൽക്കാനുള്ള നിർദ്ദേശം ശരിയായില്ല. നിലമ്പൂരിൽ ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ല തുടങ്ങിയ അഭിപ്രായങ്ങളും ഉയർന്നു. എന്നാൽ പാർട്ടിക്ക് സ്വാധീനം കുറഞ്ഞ മേഖലയായിട്ടും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുന്നേറ്റം ഉണ്ടാക്കാനായെന്ന് അവലോകന റിപ്പോർട്ടിൽ PK കൃഷ്ണദാസ് വിശദീകരിച്ചു. പുതിയ നേതൃത്വം രാഷ്ട്രീയം പറയുന്നില്ല. ജില്ലാ പ്രസിഡന്റുമാരെ പരിഗണിക്കുന്നില്ല. മഹിളാ മോർച്ച, യുവമോർച്ച ഭാരവാഹികളെ കണ്ടെത്താനുള്ള ടാലന്റ് ഹണ്ട് പാർട്ടിയെ കോർപ്പറേറ്റ് വൽക്കരിക്കും തുടങ്ങിയ വിയോജിപ്പുകളും ഉയർന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.